എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഡെമോ ക്ലാസ് നോക്കാം. കുട്ടികളെ, ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ഹാൻഡ്സ് അല്ലെ? ഇതെന്താണ്? ചിൻ അല്ലെ? ഇനി ഇതെന്താണ്? ഹെഡ് അല്ലെ, നമ്മുടെ തല. നമ്മുടെ ഈ തലക്കകത്ത് എന്താ ഉള്ളത്? ബ്രെയിൻ അല്ലെ, തലച്ചോറുണ്ട്. ഇതൊക്കെ നിങ്ങൾ ടീച്ചർമാര് ഒരു തമാശ രൂപത്തിലാണ് കുട്ടികളോട് ചോദിക്കേണ്ടത്. അതിനുശേഷം കുട്ടികളോട് ചോദിക്കുക, കുട്ടികളെ നിങ്ങൾ പാർട്സ് ഓഫ് ബോഡി പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. അപ്പൊ ഒരാൾ വന്നേ, അങ്ങനെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു കുട്ടിയോട് പാർട്സ് ഓഫ് ബോഡി എന്താണെന്ന് ചോദിക്കുക. അപ്പൊ ആ കുട്ടി ഇന്നതൊക്കെയാണ് പാർട്സ് ഓഫ് ബോഡി എന്ന് പറഞ്ഞു തരും. അതിനുശേഷം കുട്ടികളോട്, കുട്ടികളെ അപ്പൊ എനിക്ക് ഈ കൈ ഇല്ലാണ്ടായാല്, എനിക്കിപ്പോ ഈ കൈ ഇല്ലാണ്ടായി എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്ക? അതുപോലെ ബ്രെയിൻ, തലക്കകത്ത് ബ്രെയിൻ എന്തോ സംഭവിച്ചു, ബ്രെയിൻ ഇല്ലാണ്ടായി, തകരാറായി, എന്താ സംഭവിക്കുക? അപ്പൊ ഇതിനൊക്കെ കുട്ടികൾ അവർക്ക് അറിയുന്ന പോലെ ആൻസർ പറഞ്ഞു തരും. അപ്പൊ കുട്ടികളെ, നമ്മുടെ പാർട്സ് ഓഫ് ബോഡി പോലെ തന്നെ ഈ കമ്പ്യൂട്ടറിനും പാർട്സ് ഓഫ് ബോഡി ഉണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടറിന് എന്തൊക്കെ പാർട്സ് ഓഫ് ബോഡിയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ? പിന്നെ കുട്ടികളെ, നമ്മുടെ ഈ ബ്രെയിനിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാല് പിന്നെ എന്താ ഉണ്ടാവുക അല്ലെ? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബ്രെയിനിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറിന്റെ ബ്രെയിനിനും എന്തെങ്കിലും തകരാറ് പറ്റിയാല് അത് കൊള്ളാണ്ടാവും. അതിനെ കൊണ്ട് ഒരു ഉപയോഗവും പിന്നെ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ടീച്ചർമാരെ ഈ പാർട്സ് ഓഫ് ബോഡിയും അതുപോലെ കമ്പ്യൂട്ടറും കോറിലേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. അതായത് നമ്മുടെ ബ്രെയിൻ എന്തൊക്കെ ജോലിയാണോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറിന്റെ CPU അതുപോലത്തെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ എന്തൊക്കെ ജോലികളാണോ ചെയ്യുന്നത്, അതുപോലെയാണ് കമ്പ്യൂട്ടറിന്റെ ഈ കീബോർഡും മൗസും ഒക്കെ ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കമ്പ്യൂട്ടർ ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ടഫായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു എക്സാം ഒക്കെ എഴുതുമ്പോൾ അവർക്ക് നന്നായിട്ട് മാർക്ക് കുറയാറുണ്ട് സാധാരണ. അപ്പോ ക്ലാസ്സിലെങ്കിലും ഒരു കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടറിനോട് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ കോറിലേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ അവർ ആ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡെമോ ക്ലാസ് ഇന്ന് ചെയ്തത്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.